ആദ്യം വടക്കൂന്ന് തുടങ്ങാം. എല്ലാ തവണയും നമ്മൾ തെക്കൂന്നല്ലേ തുടങ്ങുന്നത്. കാസർഗോട്ടേക്കാണ് പോകുന്നത്. ആവശ്യം കഴിഞ്ഞ പ്ലാസ്റ്റിക് കവർ, മുട്ടത്തോട്, ഉണങ്ങിയ ഇല ഇതൊക്കെ വെറുതെ കളയുന്നവർ ഒന്ന് നോക്കിക്കോളൂ. പാഴ്വസ്തുക്കൾ അമൂല്യമായ സ്നേഹ സമ്മാനങ്ങളാക്കി മാറ്റുന്ന ഒരു നല്ല കാഴ്ചയിലേക്കാണ്. കാസർഗോട്ടെ നെല്ലിക്കുന്ന് സ്വദേശിയായ നിർമ്മലാമ്മയുടെ വീട്ടിലെ ഓരോ മുറിയും പാഴ്വസ്തുക്കളിലെ കരവിരുത് നമുക്ക് കാണാം. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് വസ്തുക്കൾ നമുക്ക് ചുറ്റിലുണ്ട്. എന്നാൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് അതിന്റെ ഉപയോഗം മനസ്സിലാക്കി പെരുമാറുന്ന ഒരു മുത്തശ്ശി. നമ്മളിപ്പോ ഉള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ ഈ നിർമ്മല മുത്തശ്ശി ഇല്ലേ, ഇതാണ് നമ്മുടെ താരം. കൂടുതൽ പോവാന്ന് ആക്കുന്നത്. പിന്നെ വേറെ എന്തെല്ലാം എനിക്ക് തോന്നുന്ന രീതിയിൽ ഫോട്ടോ അത് അങ്ങനത്തെ എല്ലാം ചെയ്യും. കൂടുതൽ എനിക്ക് അത് പഠിക്കാത്തതുകൊണ്ട് അത്ര ഫിനിഷിങ് ആവില്ല. എന്നാലും ഒരു ഇതാക്കിയിട്ട് വെക്കും. ഉണ്ടാക്കുന്നത് ഇത് നമ്മളെ വേസ്റ്റ് കൂടുതൽ ഞാൻ വേസ്റ്റ് ഉണ്ടാകും. 90% വേസ്റ്റ് പറയും. ഇഷ്ടമല്ല വേസ്റ്റ്. ഈ കഷ്ണമെല്ലാം ഞാൻ തയ്ക്കുന്നതുകൊണ്ട് എനിക്ക് കഷ്ണം ബാക്കി കിട്ടും. അതുപോലെ നൂല് അങ്ങനെ കിട്ടും. ഇതെല്ലാം ഗമ്മെല്ലാം വാങ്ങും കടയിൽ നിന്ന്. പിന്നെ ചിലത് അതിന് ഷോയിന് വേണ്ടിയിട്ട് മുത്തുകൾ അങ്ങനെ വാങ്ങും. അങ്ങനെ പിന്നെ കുട്ടികളെ ക്യൂടെക്സ് ഇട്ടിട്ട് ആ പകുതി കിട്ടുന്നതെല്ലാം ഞാൻ എടുത്തു വെക്കും. ഇപ്പോൾ പറയാനതൊക്കെ ഗ്ലാസ് പെയിൻറ്റ്, പക്ഷേ ഗ്ലാസ് പെയിൻറ്റിൻ്റെ പെയിൻറ്റ് അതിൽ അത്യാവശ്യം ഉണ്ടോ? ബാക്കി ആ പകുതിയും ക്യൂടെക്സാണ്. ചിലത് 2 ദിവസം വേണം ഒന്നിന് ചെയ്യാമെങ്കിൽ, ചിലത് വേഗമാവും. ഓരോന്നിന് എല്ലാം ഒരുപോലെ ആവില്ലല്ലോ. ഇതുവരെ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അതില്ല, സെയിൽ ചെയ്തിട്ടേ ഇല്ല ഇതുവരെ. ഇപ്പോൾ എനിക്ക് പിന്നെ എന്ന് വെച്ച് കുറച്ച് കുട്ടികളെ പഠിക്കാൻ കിട്ടി അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഗുണത്തിനാവുമല്ലോ. അപ്പോൾ ഇതിനോട് വാസന ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ജീവിത മാർഗ്ഗമാവും. നാളെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. കുറച്ച് സാധനം വാങ്ങിയാൽ നമുക്ക് പിന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനൊന്നും പറ്റൂല. എനിക്ക് പറ്റുന്ന കുട്ടികളെ പഠിപ്പിക്കാനുള്ള എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പണ്ടേ തയ്യൽ പഠിപ്പിച്ച് കുറേ കൊല്ലം പഠിപ്പിച്ചു. ഇതൊക്കെ സ്വയം എനിക്ക് തോന്നുമ്പോൾ ചെയ്യുന്നത് തന്നെ. അങ്ങനെ പിന്നെ ദൂരെ നിന്നെങ്കിൽ കണ്ട എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും നമുക്ക് അട്രാക്ഷൻ ഒരു സാധനം കണ്ട് അത് അവിടെ നിന്ന് കുറച്ചിങ്ങനെ നോക്കും. അപ്പോൾ വന്നിട്ട് അത് ചെയ്യാൻ നോക്കും. കുറേ മോശമായിട്ട് കളിയും ചെയ്യും. തയ്ക്കുന്നുണ്ട് തുണിക്ക് കഷ്ടം കിട്ടുമല്ലോ. അപ്പോൾ വിചാരിച്ചു ഒരു സഞ്ചിയാക്കാന്ന്. അതിലേക്ക് ഇങ്ങനെയൊക്കെ കഷ്ടം തുണി കൊണ്ട് ചുറ്റിട്ട് ഇതൊക്കെ പിടിച്ചിട്ട് അത്യാവശ്യം പിടിക്കാൻ പറ്റുമല്ലോ നമുക്ക്. അതുകൊണ്ട് ഇത് നോക്ക്, എന്താല്ലേ ശരിക്കും ഈ ഒരു പ്രായത്തിലുള്ള മുത്തശ്ശിയുടെ ഊർജ്ജസ്വലത കാണുമ്പോഴാണ് നമ്മൾ എത്ര തോൽവിയാണ് എന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഈ പാഴ്വസ്തുക്കൾ കൊണ്ട് ഞാനും ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി പോകുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.